Next, what is the number of donor atoms in dimethyl glyoxymethyl ligand? dimethyl glyoxymethyl എത്ര ഡോണർ ആറ്റംസ് ഉണ്ട്? അപ്പോൾ ഇതൊക്കെ നല്ല വെറൈറ്റി പേരുകളായിട്ട് ഡോണർ ആറ്റംസിൻ്റെ എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങ് കാണാൻ പഠിക്കുക. ഇതിപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഡയമീഥൈൽ ഗ്ലയോക്സിമിൽ ഡോണർ ആറ്റംസ് എങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്ന് സ്ട്രക്ചർ അറിയാമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വരച്ച് കണ്ടുപിടിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. നോക്കിയേ, നമ്മുടെ സ്ട്രക്ചർ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കേ. നൈട്രജൻ, ദെൻ ഈ നൈട്രജൻ്റെ 2 പൊസിഷനിൽ ഒന്നിൽ OH O- ഉണ്ടാവും. ദെൻ നമ്മുടെ മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എത്ര ഡോണർ ആറ്റംസ് ആണുള്ളത്? 2 ഡോണർ. ഇതൊരു ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സോ ഡയമീഥൈൽ ഗ്ലയോക്സിമിന് ഇത്ര ഡോണർ ആറ്റം ഉണ്ട്, 2 ഡോണർ ആറ്റം ഉണ്ട്. ഇറ്റ് ഈസ് എ ബൈഡൻഡേറ്റ് ലിഗാൻഡ്. 2 ഡോണർ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് എ ബൈഡൻഡേറ്റ് ligand. Option B. An example of a sigma bonded organometallic compound. Sigma bonded organometallic compound ഇപ്പോൾ നമ്മുടെ ഫെറോസിൻ, കൊബാൾട്ടോസീൻ, അതുപോലെ റുത്തീനോസീൻ ഒക്കെ ഉണ്ട്. സോ അതിൽ സിഗ്മ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റ്. എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? RMGX ആണല്ലേ. ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്, ദാറ്റ് ഈസ് RMGX. സിഗ്മ ബോണ്ട് അല്ലേ. നമ്മുടെ ഫെറോസിൻ്റെ ഒക്കെ സ്ട്രക്ചർ എങ്ങനെയാ? ഫെറോസി എന്താ ഇങ്ങനെ ആയിരിക്കുന്നത്. ഇത് കാണുമ്പോഴേ നമുക്ക് എന്തറിയാം, ഇതിൽ പൈ ബോണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇത് ഫെറോസിൻ. കൊബാൾട്ടോസീൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊബാൾട്ട് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും. കൊബാൾട്ടോസീൻ. റുത്തീനോസിൻ്റെ ഇങ്ങനെ ആയിരിക്കാം. ഫെറോസിൻ, കൊബാൾട്ടോസീൻ, റുത്തീനോസിൻ. ഇതിലെല്ലാത്തിലും എന്തുണ്ട്? പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ട് ഇല്ലാത്തത് ഗ്രിഗ്നാർഡ്സിലാണ്. സോ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് സിഗ്മ ബോണ്ടഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. Which of the following chelating ligands can be used to remove the excess of copper in the biosystem? നമ്മുടെ ബയോസിസ്റ്റത്തിൽ എക്സസ് കോപ്പർ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഏത് ചീലേറ്റിംഗ് ലിഗാൻഡിനെ നമുക്ക് യൂസ് ചെയ്യാം? വിച്ച് ഓഫ് ദി ഫോളോയിങ് ചീലേറ്റിംഗ് ലിഗാൻഡ് നമുക്ക് യൂസ് ചെയ്യാം ബയോസിസ്റ്റത്തിൽ നിന്നും എക്സസ് കോപ്പർ? അപ്പോൾ ഇതൊരു തിയറി പാർട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ചീലേറ്റിംഗ് ലിഗാൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻസിലാമീൻ can be used to remove the excess of copper in the biosystem. ബയോസിസ്റ്റത്തിൽ നിന്നും എക്സസ് ഓഫ് കോപ്പർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? പെൻസിലാമീൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. So the trans effect, the correct increasing order of trans effect of following species. Okay, trans effect എന്ന് പറയുമ്പോൾ trans effect കൂടുമ്പോൾ the rate of substitution reaction സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസിൽ ഇൻക്രീസ് ചെയ്യും. സോ the more trans effect ഉള്ള ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പൊസിഷനിൽ ഈസി സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. സോ അതിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെയാണ്: CN-, അത് കഴിഞ്ഞിട്ട് C6H5 ആണ് കൂടുതൽ ട്രാൻസ് എഫക്റ്റ് ഉള്ളത്, ദെൻ Br-, then only NH3 comes. Okay, so trans effect order ഇങ്ങനെയാണ്. CN- വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റ് ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ എഴുതാം: the group having more trans effect will allow easier substitution at its transposition. Okay, the correct option is CN- C6H5- Br-, so that is option B. More salt. ഏതാ മോർ സോൾട്ട് എന്ന് പറഞ്ഞാൽ? മോർ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡബിൾ സാൾട്ട് ആണ്. മോർ സോൾട്ട് എന്ന് പറയുന്നത് ഒരു ഡബിൾ സോൾട്ട് ആണ്. സോ അതിൻ്റെ മോളിക്കുലർ ഫോർമുല FeSO4
NH4 twice SO4 6H2O. ഇതിനെ എന്താ ഡബിൾ സോൾട്ടയുടെ പ്രത്യേകത? ദേ ലൂസ്, നമ്മൾ കോർഡിനേഷൻ്റെ ചാപ്റ്ററിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് തന്നെ പഠിക്കുന്നതാണ്. ദേ ലൂസ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ബ്രേക്ക് ഇൻ ടു cation and anion. Okay, so FeSO4, NH4 twice SO4, 6H2O, option A. Assertion reason ആണ് chelating ligand must possess 2 or more lone pairs at such distances that it may form suitable strain-free ring at the metal ion. Chelating ligand എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ must possess 2 or more lone pairs. അതിന് രണ്ടോ അതിൽ കൂടുതൽ ലോൺ പെയർസ് ഉണ്ടാവണം. അത് പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിൽക്കണം. മെറ്റൽ അയോണുമായിട്ട് ഒരു സ്ട്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിൽക്കണം. റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രസീൻ NH2 ഒരു ചീലേറ്റിംഗ് ലിഗാൻഡ് ആണ് എന്ന് പറയുന്നത്. സോ നമ്മുടെ അസേർഷൻ അനുസരിച്ച് ചീലേറ്റിംഗ് ലിഗാൻഡിന് രണ്ടോ അതിൽ കൂടുതലോ എന്ത് വേണം, ലോൺ പെയേഴ്സ് വേണം. വിച്ച് ഡൊണേറ്റ് ടു മെറ്റൽ ആൻഡ് ഫോം 5 അല്ലെങ്കിൽ 6 മെമ്പേർഡ് റിംഗ് നമ്മുടെ ചീലേറ്റിംഗ് ലിഗാൻഡ്സിന് ഫോം ചെയ്യാൻ പറ്റും അല്ലേ. ചീലേറ്റിംഗ് ലിഗാൻഡ് ക്യാൻ ഫോം 5 or 6 മെമ്പേർഡ് റിങ് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് നമ്മൾ ചിലേറ്റിംഗ് ലിഗാൻഡിന് എക്സാമ്പിളൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന EDTA 4- അതൊക്കെയാണ്. സോ നമ്മുടെ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, അതായത് ഹൈഡ്രസീൻ NH2 ഈസ് നോട്ട് a chelating ligand. കാരണം നമ്മുടെ ഹൈഡ്രസീൻ ഇങ്ങനെ മെറ്റലുമായിട്ട് ഇറ്റ് ഫോംസ് എ 3 മെമ്പേർഡ് റിംഗ്. ഇതുപോലൊരു 3 മെമ്പേർഡ് റിംഗ് ആണ് ഹൈഡ്രസീൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രസീൻ ഒരിക്കലും എന്ത് ഫോം ചെയ്യുന്നില്ല, ചീലേറ്റിംഗ് ലിഗാൻഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് EDTA ഒക്കെ പറയാം. ചീലേറ്റിംഗ് ലിഗാൻഡായിട്ട് നമുക്ക് ആരെയൊക്കെ പറയാം, EDTA ഒക്കെ പറയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു ഡിസ്റ്റിങ്വിഷ് CONH3 CrNO2 അതുപോലെ നമ്മുടെ കോർഡിനേഷൻ ഐസോമേഴ്സ് ആണ്. അപ്പോൾ ഇവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവരെ എങ്ങനെ തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ കുറച്ച് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് മെഷർമെൻറ്റ് ഓഫ് ദിയർ കണ്ടക്ടിവിറ്റി, ടൈട്രേഷൻ മെത്തേഡ്, പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് ഓർ ഇലക്ട്രോളിസിസ് മെത്തേഡ്. അപ്പം ഈ കോർഡിനേഷൻ ഐസോമേഴ്സിന് നമുക്ക് കണ്ടക്ടിവിറ്റി ചെക്കിങ്ങിലൂടെയോ ടൈട്രേഷൻ മെത്തേഡിലൂടെയോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു യൂസ് ഇലക്ട്രോളിസിസ്. നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇലക്ട്രോളിസിസ് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ CONH3 6 times, CrNO2 6 times. ഇതിനെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്താം. ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ CONH3 6 3+ CrNO2 6 3+. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ CrNH3 6 CONO2 6 ഇതിനെ ഇലക്ട്രോളിസിസ് ചെയ്താൽ അവരുടെ അയോൺസിനെയും നമുക്ക് കിട്ടും. ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അയോൺസിനെയും കിട്ടും. ലൈക്ക് CrNH3 6 3+ CONO2 6 3+. Okay, so option D by electrolysis of their aqueous solutions. Which statement is true for ferrocene? ഫെറോസിന് താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓക്കെ, സോ നമുക്കറിയാം ഫെറോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എന്താ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സാൻഡ്വിച്ചിങ് കോമ്പൗണ്ട്. ഫെറോസിൻ നമുക്ക് നിവർത്തി വരച്ച്
ഇതാണ് നമ്മുടെ ഫെറോസിൻ. ഇവിടെ എല്ലാ FeC ബോണ്ട് ലെങ്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓൾ iron carbon bond lengths are equal, and here one Fe atom, ഇവിടെ FeC bond length equal ആണ്, അതുകൊണ്ട് തന്നെ ഒരു അയൺ ആറ്റം Fe ആറ്റം സാൻഡ്വിച്ച് ബിറ്റ്വീൻ ടു സൈക്ലോപെൻറ്റഡൈനൽ റിംഗ്, രണ്ട് സൈക്ലോപെൻറ്റഡൈനൽ റിങ്ങിനിടയിൽ എന്താണ് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത്? സൈക്ലോപെൻറ്റഡൈനൽ റിംഗ്. ഏതാ റിങ്ങിൻ്റെ പേരെന്താ? C5H5 സൈക്ലോപെൻറ്റഡൈനൽ റിംഗ് രണ്ടെണ്ണമാണ്. ഇതാണ് നമ്മുടെ ഫെറോസിൻ്റെ സ്ട്രക്ചർ. സോ ഇറ്റ്സ് എ സാൻഡ്വിച്ച് ടൈപ്പ് സ്ട്രക്ചർ. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. FeC ബോണ്ട് ലെങ്ത് എല്ലാം ഈക്വൽ ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ ഓൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പം ഓൾ ഓഫ് ദിസ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് റിഗാർഡിങ് ഫെറോസിൻ. A ligand can also be regarded as Lewis acid, Bronsted base, Lewis base and Bronsted acid. Answer. നമുക്കറിയാം ലിഗാൻഡ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഓൾവേസ് ഡൊണേറ്റിംഗ് ആയിരിക്കണം. ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. ആർക്ക്? സെൻട്രൽ മെറ്റൽ അയണായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കേണ്ടി വരും? ലൂയിസ് ബേസ് എന്ന് വിളിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ലിഗാൻഡ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് species, so they are Lewis base. Electron donating ആയതുകൊണ്ട് they are Lewis base. The color of the solution or precipitate obtained in the elemental analysis of an organic compound and molecule responsible for the color are given below. So choose the incorrectly matched. So coordination compounds അവരുടെ കളറുമാണ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത്, മാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പ്രഷ്യൻ ബ്ലൂ, then lead sulfide, then violet color, blood red color എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ കളർ കാണിക്കുന്നത് അമോണിയത്തിൻ്റെ കോമ്പൗണ്ട്. അപ്പം അമോണിയം മോളിബ്ഡേറ്റ് അല്ല, അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റിനാണ് എന്ത് കളറുള്ളത്? യെല്ലോ കളറുള്ളത്. സോ ദിസ് വൺ NH4 thrice PO4 12 MOO3 which is yellow in color. That is wrongly matched. The crystal field theory is successful in explaining which of the following? Crystal field theoryയുടെ മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ലിഗാൻസസ്, പോയിന്റ് ചാർജസ്, ഫോർമേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് കോംപ്ലക്സസ്, കളർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇപ്പം നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഗ്രേറ്റർ ദ സ്പ്ലിറ്റിംഗ് എനർജി ആണെന്നുണ്ടെങ്കിൽ എനർജി കൂടുതലായിരിക്കും. അതുപോലെ കളർ, സ്പെക്ട്ര, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നവയാണ്. സോ ഇതിലിപ്പം ഓപ്ഷൻ ബി ഓക്കെ 2, 3, 4 ഓൺലി. ഫസ്റ്റ് വൺ ലിഗാൻസ് ആസ് പോയിന്റ് ചാർജസ് പറയുന്നില്ല, ബാക്കിയുള്ളത് formation and structure of complexes, color and magnetic properties. So option B is right. The crystal field splitting energy for COCl6 4- is about 18,000 okay centimeter inverse. What should be the CFSC value for COCl4? Okay, so ഇത് COCl6 Cl6 4- നമ്മൾ തന്നിട്ടുണ്ട്. COCl4 2- നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഒക്ടാഹീഡ്രലിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ടെട്രാഹീഡ്രലിൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കതിനെ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ COCl6 4- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. അതിൻ്റെ CFSC വാല്യൂ വന്നിട്ട് 1800 നോട്ട് 1000 18,000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഇതിൻ്റെ ഡെൽറ്റ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ O × 4/9.
So 4/9 into 1000, that is 8000 centimeter inverse. ഓക്കെ, സോ ഈ ഇക്വേഷൻ, ഈ ഒരു റിലേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് അതിനെ 4/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. TaH2O63+ absorbs light of wavelength 419 nanometer during DD transition. The octahedral splitting energy കണ്ടുപിടിക്കാം. ഓക്കെ, ഒക്ടാഹൈഡ്രൽ സ്പ്ലിറ്റിംഗ് എനർജി എന്താണ്? അതായത് ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ ഈക്വൽ ടു 498 ഇൻറ്റു 10⁻⁻9 മീറ്റർ. ഡെൽറ്റ ഒ അറിയത്തില്ല. ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു HC ബൈ ലാംഡ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാം. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. Then C 3 into 10⁸ divided by lambda in meter യൂണിറ്റിൽ വേണം നമ്മൾ പറയാൻ, നാനോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ 498 to 10⁻�9 നാനോമീറ്റർ. സോ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് 3.97 into 10⁻⁻19 joule. It's approximately 4 into 10⁻⁻19 joule. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ പഠിക്കേണ്ട ഇക്വേഷൻ എന്താ? Delta O equal to HC by lambda. Then put the values given below. The theory that can completely or properly explain the nature of bonding in nickel tetracarbonate. Nickel tetracarbonate നമ്മൾ കുറേ തിയറീസ് പഠിക്കും. വെർണേഴ്സ് കോർഡിനേഷൻ തിയറി സ്റ്റാർട്ടിങ്ങിൽ അത് പഠിക്കും. ദെൻ വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പം ഇതിൽ ഏത് തിയറി വെച്ചിട്ടാണ് നമ്മുടെ നിക്കൽ ടെട്രാകാർബണൈലിൻ്റെ സ്ട്രക്ചർ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ? സോ നിക്കൽ ടെട്രാകാർബണൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ആണ് അല്ലേ? നമ്മൾ CFT വെച്ചിട്ട് കോമ്പൗണ്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നിക്കൽ ടെട്രാകാർബണൈൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ്. ഓക്കെ, സോ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. Then what is the correct electronic configuration of central atom in K4FeCN6 based on crystal field theory? So crystal field theory basis le K4FeCN6 ന്റെ correct electronic configuration പറയാം. K4FeCN6. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Fe2+ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. Fe2+ സ്റ്റേറ്റ്. Fe2+ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 24, 26ൽ നിന്ന് 2 പോയിട്ട് 24 ഇലക്ട്രോൺസ് ഉണ്ടാവും. 3d6 ആയിരിക്കും. അതായത് നമുക്ക് D6 കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വെൻ സ്പ്ലിറ്റ് T2G ആൻഡ് EG, T2G EG സ്പ്ലിറ്റിംഗ് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിഗാൻഡിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ലിഗാൻഡ് ഇവിടെ CN- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലേ? CN- സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ T2Gയിൽ എന്ത് സംഭവിക്കും? ഈ 6 ഇലക്ട്രോണും പെയറിങ് ആയിട്ടായിരിക്കും നിൽക്കുക. ഇങ്ങനെയായിരിക്കും ഈ 6 ഇലക്ട്രോൺസ് നിൽക്കുക. അതായത് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? T2G 6 EG 0. ഓക്കെ, നിങ്ങൾക്ക് തെറ്റിപ്പോനുള്ള സാധ്യത നിങ്ങളെങ്ങനെയാണ്? ജസ്റ്റ് ഈ 3d6 മാത്രം നോക്കി നമ്മുടെ ഹൺസ് റൂളും പോളീസ് എക്സ്ക്ലൂഷനും ഒക്കെ നോക്കിയിട്ട് T2Gയിൽ എന്താ സിംഗിളി ഓക്യുപ്പൈഡ് ചെയ്തിട്ട് EGയിലൊക്കെ പോയി ഫില്ല് ചെയ്തിട്ട് വന്ന് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതാൻ ശ്രമിക്കും. പക്ഷേ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി നേച്ചർ ഓഫ് ലിഗാൻഡ്. ഇറ്റ്സ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സോ പെയറിങ് ഒക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിങ് നടക്കും. സോ T2Gയിൽ പെയറിങ് നടന്ന് അവിടെ 6 ഇലക്ട്രോൺസ് ആവും. ദെൻ EGയിൽ 0 ആയിരിക്കും. സോ T2G 6 EG 0 ആയിരിക്കും നമ്മുടെ എന്തിൻ്റെ K4FeCN6ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് വരുന്നത്. സോ വിച്ച് ഈസ് റൈറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ C, T2G 6 EG 0. Which of the following complexes is expected to have lowest delta O value? ലോവസ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ O വാല്യൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണുള്ളത്? ഓക്കെ, സോ നമുക്ക് ഇവിടെ വീക്ക് ഫീൽഡ് ആണോ സ്ട്രോങ് ഫീൽഡ് ആണോ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ NH3 F- ആണ് ഇവിടെ ലിഗാൻസ് ഉള്ളത്. അപ്പോൾ ഈ NH3 ഉള്ളത് F- ഉള്ള സമയത്ത് F- ഉള്ള ആളിനായിരിക്കും ഇത്
വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ എന്താ ഡെൽറ്റ ഒ വാല്യൂ, നമ്മുടെ സ്പ്ലിറ്റിംഗ് എനർജി വാല്യൂ ലെസ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ടി COF6 3- ആണ് എന്ത് ഫോം ചെയ്യുന്നത്, ലോ ഡെൽറ്റ ഒ വാല്യൂ ഉള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് അതുപോലെ തന്നെ 3D സീരീസ് ആണ് ഈ മെറ്റൽ വരിക. ഹൈ സ്പിൻ കോംപ്ലക്സസ് ഹാവ് ലോവർ CFC. അടുത്ത പോയിന്റായിട്ട് ഓർത്തിരിക്കുന്നത് ഹൈ സ്പിൻ കോംപ്ലക്സസ് have lower CFC value than low spin. ഹൈ സ്പിൻ കോംപ്ലക്സ് ലോ സ്പിൻ കോംപ്ലക്സും ഉണ്ട്. ഹൈ സ്പിൻ കോംപ്ലക്സസിന് ലോവർ CFC വാല്യൂ ആണ്. ലോ സ്പിൻ കോംപ്ലക്സുകളെക്കാളും ലോ സ്പിൻ ആയിട്ടുള്ള ലോ CFC വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ML ബോണ്ടിൻ്റെ കോംപ്ലക്സ് എന്ത് ബോണ്ടിങ്ങാണ്? പാർഷ്യലി കോവാലൻറ്റ്, പ്യൂർലി അയോണിക്, പ്യൂർലി കോവാലൻറ്റ് ഓർ പ്യൂർലി കോർഡിനേറ്റ്. ഇവരുടെ നേച്ചർ എങ്ങനെയാണ്? ML ബോണ്ടിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ഓക്കെ, സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അനുസരിച്ചിട്ട് ML ബോണ്ട് ഈസ് പ്യൂർലി ഇലക്ട്രോസ്റ്റേറ്റിക് അല്ലെങ്കിൽ പ്യൂർലി അയോണിക് ആണെന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ B is right. The formula of spinal is AB2O4. സോ അവിടെ എയും ബിയും എന്താണ്? സ്പൈനൽ എയും ബിയും എന്താണ്? അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ നമ്മളിത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ആയിപ്പോൾ. ഓപ്ഷൻസ് അല്ലേ തരുന്നത്, അപ്പോൾ നമുക്ക് എഴുതുന്നതനുസരിച്ച് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ AB2O4 എ എന്ന് പറഞ്ഞാൽ ഒരു ഡൈവാലൻറ്റ് മെറ്റൽ അയോൺ ആയിരിക്കും. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈവാലൻറ്റ്. ഇനി മറക്കോ, ട്രൈവാലൻ്റ് ആയിട്ടുള്ള മെറ്റൽ അയോൺ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് സിഗ്മ കോംപ്ലക്സ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു സിഗ്മ കോംപ്ലക്സിന് എക്സാമ്പിൾ പറയാം. ഓക്കെ, സിഗ്മ കോംപ്ലക്സ് ഏതാണെന്ന് നോക്കിയിട്ട് പറയാം. ഏതാ സിഗ്മ കോംപ്ലക്സ് നോക്കിയേ. സോ ഇവിടെ നമ്മുടെ FE C5H5 നമ്മുടെ കോമ്പൗണ്ട്സ് ഫെറോസിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാർബണൈലിൻ്റെ ക്രോമിയം കോമ്പൗണ്ട്, അലൂമിനം, പിന്നെ നമ്മുടെ സീസർ സാൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സിഗ്മ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാ? സിഗ്മ കോംപ്ലക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാത്തിലും പൈ ബോണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. സിഗ്മ കോംപ്ലക്സ് ആയിട്ട് ഇതിലുള്ളത് Al2CH3 6. ഇതാണ് ഇവിടുത്തെ സിഗ്മ കോംപ്ലക്സ്. ബാക്കി എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? പൈയുടെ ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ട് സിഗ്മ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് Al2CH3 6 പറയാം. സോ ഓപ്ഷൻ C ഈസ് റൈറ്റ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഫോർ ഹൈ സ്പിൻ D4 ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ്. ഓക്കെ, ഹൈ സ്പിൻ ആണ്, D4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് CFSE വാല്യൂ കണ്ടുപിടിക്കുക. ഹൈ സ്പിൻ D4 നമുക്ക് നോക്കാം. D4 ഹൈ സ്പിൻ അല്ലേ. ഇനി എൻ്റെ CFSE വാല്യൂ കണ്ടുപിടിക്കുന്നത് എനിക്ക് ഇക്വേഷൻ ഉണ്ട്. ബൈ കൺസിഡർ ഇപ്പോൾ നമുക്ക് ലോൺ പെയറിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. പക്ഷേ എന്താ നമുക്ക് ആ ഇക്വേഷൻ വെച്ചാൽ ഒക്ടാഹൈഡ്രലാണോ, ഒക്ടാഹൈഡ്രലിനെയും ടെട്രാഹൈഡ്രലിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ CFSE വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. CFSE വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.4 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G പ്ലസ് 0.6 into number of electrons in EG into octahedral. ഓക്കെ, സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ CFSE വാല്യൂ ഇൻ T2G ഒക്ടാഹൈഡ്രലിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. -4 into T2G. T2Gയിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 3 ഇലക്ട്രോൺസ്. സോ -0.4 into 3 പ്ലസ് 0.6 ഇൻറ്റു EGയിൽ എത്രണ്ണ? ഒരെണ്ണം ഇൻറ്റു ഡെൽറ്റ ഒ. സോ വി വിൽ ഗെറ്റ് നമുക്ക് മൊത്തത്തിലെല്ലാം കൂടി ചെയ്യുമ്പോൾ -0.6 ഡെൽറ്റ ഒ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റിലത്തെ ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. CFSE വാല്യൂ കണ്ടുപിടിക്കുന്നത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിന് കണ്ടുപിടിക്കുന്നത് -0.4
T2Gയിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ദെൻ EGയിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇൻറ്റു 0.6 ഇൻറ്റു ഡെൽറ്റ ഒ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമുക്ക് എന്ത് കിട്ടും? CFSE വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല -0.6 ഡെൽറ്റ ഒ എന്ന് നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി വാല്യൂ കിട്ടും ഫോർ D4 കോംപ്ലക്സുകൾക്ക്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വിച്ച് ഇസ് റൈറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. സൈഡ് കൊടുത്തിരിക്കുന്നതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓക്കെ, സോ നിക്കൽ ടെട്രാ കാർബണേൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. അതുപോലെ 0 ഓക്സിഡേഷൻ നമ്പറാണ് നിക്കലിനുള്ളത്. ദെൻ നിക്കൽ ഒരു മെറ്റലാണ്, കാർബൺ മോണോക്സൈഡ് ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ്. അത് സിമ്പിൾ ആയിട്ടുള്ളത്. സോ നിക്കൽ ടെട്രാ കാർബണേൽ നമുക്ക് നോക്കുമ്പോൾ ടെട്രാ കാർബണേൽ 4 പെട്ടെന്ന് കണ്ടിട്ട് 4 ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് തോന്നരുത്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നിക്കൽ ടെട്രാ കാർബണിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. കാരണം അതിൻ്റെ ചാർജ് എന്താ? 0 ആണ്. നിക്കൽ ടെട്രാ കാർബണിൽ നിക്കലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് 0 ആണ്. കാർബണിൽ ഒരു ന്യൂട്രൽ ലിഗാൻഡാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ആ സ്ഫിയറിൻ്റെ ചാർജ് 0 ആണ്. സോ ഓക്സിഡേഷൻ നമ്പർ +4 ആണെന്നുള്ളതാണ് ഇവിടുത്തെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഓപ്ഷൻ എ. In case of ring test of NO3- ion, the complex formed has formula FeH2O5NOSO4. So the oxidation state of iron in the complex. ഈ കോംപ്ലക്സിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. FeH2O5 NOSO4. ഇതിപ്പം SO4 വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ SO4ൻ്റെ ചാർജ് 2- അപ്പോൾ ഈ സ്ഫിയറിൻ്റെ ചാർജ് 2+ ആയിരിക്കും. മൊത്തത്തിൽ ചാർജ് 2+ ആയിരിക്കും. H2O ന്യൂട്രലാണ്. ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ ഈ ഇവിടെ Feയുടെ ചാർജ് +1 ആയിരിക്കും. കാരണം NOയുടെ ചാർജും 1 ആണ്. 1 ആണ് ഇവിടുത്തെ ചാർജ് വരിക. അപ്പോൾ Feയുടെ ചാർജ് ഇവിടെ എന്താ? +1 ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷനായിട്ട് Fe2+ നമ്മൾ എഴുതി വെക്കും. ആ മാർക്ക് അങ്ങ് പോകും. ഓക്കെ, നമുക്ക് മാർക്ക് പോകാൻ ക്വസ്റ്റ്യൻ ഹാർഡ് ക്വസ്റ്റ്യൻ തന്നെ വേണമെന്നില്ല. സിമ്പിൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ചിലപ്പോൾ തെറ്റ് പറ്റാം. ഇൻ ദി കോംപ്ലക്സ് K2Fe FeCN6 ഇതിൽ 2 അയൺ ഉണ്ട്. ഒന്ന് സ്ഫിയറിൻ്റെ പുറത്തും ഒന്ന് സ്ഫിയറിനകത്തും. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണോ എന്ത് കോംപ്ലക്സ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് നോക്കുമ്പോൾ അറിയാം ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെന്ന് പറയുന്നു. സോ Cn- ഈസ് ലിഗാൻഡ്. ഇവിടുത്തെ ലിഗാൻഡ് ഏതാ? Cn- ആണ്. ഇറ്റ് ഈസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വിച്ച് കോസ് പെയറിങ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അത് പെയറിങ് ഫോം ചെയ്യും, പെയറിങ് നടക്കും അല്ലേ? അപ്പോൾ എന്താണ്? ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ല. ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം Fe 2 + x + x രണ്ടിനെ നമുക്കറിയില്ല. -6 = 0. സോ 2x - 4 = 0. So x = 2 + 2 കിട്ടും. അപ്പോൾ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്. രണ്ടുപേരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചാർജ് 0 കിട്ടത്തുള്ളൂ. ദെൻ കോർഡിനേഷൻ നമ്പർ ഓഫ് അയൺ ഈസ് 4. കോർഡിനേഷൻ നമ്പർ ഇവിടെ എത്രയാ? അയണിൻ്റെ കോർഡിനേഷൻ നമ്പർ FeCN6. മൊത്തത്തിൽ 6 ആണ് ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ്, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. കോർഡിനേഷൻ നമ്പർ രണ്ടുപേരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സെയിം ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ഹിയർ. ഓക്കെ, ബോത്ത് Fe ആറ്റംസ് ആർ ഇൻ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 അയൺ ആറ്റംസും ഇവിടെ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഇഫക്റ്റീവ് atomic number of cobalt COF6 2-. സോ അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും
ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. അപ്പോൾ ആ ഒരു റിലേഷൻ കൂടെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഓൾറെഡി നമുക്ക് കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ അറിയാം. COF62 മൈനസ്, സോ കൊബാൾട്ടിനത് X minus 6 equal to minus 2, so the X equal to minus 2 plus 6, that is plus 4. Oxidation state is plus 4. ഇനി ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അറ്റോമിക് നമ്പർ മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 2 ഇൻറ്റു കോർഡിനേഷൻ നമ്പർ. ഇത് നമ്മൾ പഠിക്കുക. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ അറ്റോമിക് നമ്പർ മൈനസ്, ഇപ്പോൾ കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27 മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 പ്ലസ് 2 ഇൻറ്റു കോർഡിനേഷൻ നമ്പർ 6, 2 ഇൻറ്റു 6, സോ 27 മൈനസ് 4 പ്ലസ് 12, ദാറ്റ് ഈസ് 35. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ 35ഉം അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 4 ആൻഡ് 35. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് അറ്റോമിക് നമ്പർ മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് 2 ഇൻറ്റു കോർഡിനേഷൻ നമ്പർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ. The order of energy absorbed which is responsible for the color of complexes. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സുകളുടെ കളറിന് എനർജി അബ്സോർബ് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്പ്ലിറ്റിംഗ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എനർജി വാല്യൂം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, വെൻ the number of strong field ligand increases, when the number of strong field ligand increases, splitting increases. strong field ligandന്റെ നമ്പർ കൂടുമ്പോൾ സ്പ്ലിറ്റിംഗ് ഇൻക്രീസ് ചെയ്യും. സോ അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ CFC വാല്യൂം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഹിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിലീൻ ഡയമീൻ, നമ്മുടെ EN, എത്തിലീൻ ഡയമീൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. സോ എന്താ, എത്തിലീൻ ഡയമീൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എനർജി വാല്യൂം ഇൻക്രീസ് ചെയ്യത്തില്ലേ? ഓക്കെ, നോക്കിയേ, 3 നിക്കൽ EN ഇതിൽ 3 ആണ്. ദെൻ അടുത്തതിൽ EN ഒരെണ്ണാണുള്ളത്. ദെൻ അടുത്തത്, അതായത് ഓപ്ഷൻ C, B, എയിൽ നോക്കിയാൽ നിക്കൽ EN 2 ഉണ്ടോ? ആ ഒരു ഓർഡറാണ്. അപ്പം എത്തിലീൻ ഡയമീൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഓർഡർ ഓഫ് എനർജി വാല്യൂ ഇൻക്രീസ് ചെയ്യും. സോ C ഗ്രേറ്റർ ദാൻ A ഗ്രേറ്റർ ദാൻ B, അതായത് ഓപ്ഷൻ D ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ മാക്സിമം എനർജി അബ്സോർബ് ചെയ്യുന്നത് തേർഡ് കോംപ്ലക്സിലാണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോംപ്ലക്സ്, ദെൻ ഓൺലി സെക്കൻഡ് കോംപ്ലക്സ്. ക്ലിയർ? എ മെറ്റൽ കോംപ്ലക്സ് അബ്സോർബ്ഡ് ഓറഞ്ച് ലൈറ്റ്, സോ ദ കളർ ഇൻ വിച്ച് ഇറ്റ് അപ്പിയേഴ്സ് ഈസ്. ഒരു മെറ്റൽ കോംപ്ലക്സ് ഓറഞ്ച് ലൈറ്റ് അബ്സോർബ് ചെയ്തെങ്കിൽ അത് കാണിക്കുന്ന കളർ. അപ്പോൾ ഓറഞ്ച് ലൈറ്റ് എന്താ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ കോംപ്ലിമെൻ്ററി കളറായിട്ടായിരിക്കും അതിനെ കാണാൻ പറ്റുക. അതായത് ഓറഞ്ചിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ട് നമുക്ക് ഗ്രീൻ ബ്ലൂ ആയിരിക്കും അവരെ കാണാൻ പറ്റുക. Coordination compounds have greater importance in biological system. In this context, which of the following statement is incorrect? ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓക്കെ, സയനോകൊബാലമീൻ ഈസ് ബീറ്റോൾ ആൻഡ് കണ്ടെയ്ൻസ് കൊബാൾട്ട്. സയനോകൊബാലമീൻ. ഓക്കെ, then hemoglobin is red pigment of blood and contains iron. Chlorophyll are green pigments in plants and contain calcium, not calcium. Chlorophyll എന്താണുള്ളത്? It contains magnesium. Carboxypeptidase is an enzyme and contains zinc. It is right. Hemoglobin red pigment of blood and contains iron, which is also right.
Cyanocobalamin is B12 and contains cobalt. Cyanocobalamin B12 ആണ്, അതിൽ കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ക്ലോറോഫിലുള്ള പിഗ്മെൻറ്റ്, ക്ലോറോഫിലുള്ള മെറ്റൽ മഗ്നീഷ്യം ആണ്. സോ കാൽഷ്യം അല്ല. The orange colored compound formed when H2O2 is added to titanium dioxide solution acidified with concentrated sulfuric acid. Titanium dioxide plus H2O2. H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. We will get എന്താ കിട്ടുക? H2 titanium oxide ആയിരിക്കും കിട്ടുക. So option D. In Lassinger's test for nitrogen in an organic compound, so the blue coloration is due to the formation. Okay, ഇപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലിലും പഠിക്കുന്നതാണ്. സോഡിയം സയനൈഡ് പ്ലസ് Na4 Na2SO4, so Fe3 പ്ലസ് റിയാക്ട് ചെയ്യുന്നു. സോ നമുക്ക് ഫെറിക് ഫെറോസൈനൈഡ് Fe4 FeCN6 ആയിരിക്കും ഫോം ചെയ്യുക. സോ ഓപ്ഷൻ ഫെറോസൈനൈഡ്, ഓപ്ഷൻ ബി. ഇൻ്റർചേഞ്ച് ദ കളർ ചേഞ്ച് എങ്ങനെയായിരിക്കും? CuH2S6 2+ CuClH2O5 ആയപ്പോൾ കളർ ചേഞ്ച് എവിടുന്ന് എങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മുടെ CuH2O6ൻ്റെ കളറ് ബ്ലൂ കളറാണ് അല്ലേ? അത് Cu5 ആയപ്പോൾ which becomes pink, blue to pink. The color in the coordination compound can be readily explained in terms of spectrochemical, chelate effect, crystal field theory. Crystal field തിയറിയിലാണ് ഇത് നമ്മുടെ കോമ്പൗണ്ട്സുകളുടെ കളർ എക്സ്പ്ലനേഷൻ നടക്കുന്നത്. കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലാണ്. ഫോർമേഷൻ ഓഫ് കളർഡ് അയോൺസ് ബൈ ട്രാൻസിഷൻ മെറ്റൽ സിഗ്നിഫൈസ് ഡാഷ്. എന്തുകൊണ്ടാണ് അവർ കളർ കാണിക്കുന്നത്? ഓക്കെ, സോ കോംപ്ലിമെൻ്ററി കളേഴ്സ് ടു ദി അബ്സോർബ്ഡ് ലൈറ്റ്. എങ്ങനെയാണ്? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഫ്രം UV റേഞ്ച്, എമിഷൻ ഓഫ് ലൈറ്റ്, പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, കോംപ്ലിമെൻ്ററി കളേഴ്സ് ടു ദി ലൈറ്റ്. ലൈറ്റിൻ്റെ കോംപ്ലിമെൻ്ററി കളർ, അതായത് ഇപ്പോൾ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന് അവരുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി അബ്സോർബ് റേഡിയേഷൻ വിസിബിൾ റീജിയനിലെ വിസിബിൾ റീജിയനിലെ പർട്ടിക്കുലർ കളറിനെ ഇവർ എന്ത് ചെയ്യും? റേഡിയേഷൻ ഇവർ അബ്സോർബ് ചെയ്യും, അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ കാണിക്കും. ഇപ്പോൾ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് അബ്സോർബ്സ് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിരിക്കും കാണിക്കും. നമ്പർ ഓഫ് ബ്രിഡ്ജിങ് ലിഗാൻസ്, കാർബണിൽ ലിഗാൻസ് Mn2CO10 എത്ര ബ്രിഡ്ജിങ് ലിഗാൻ ഉണ്ട്? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിലേതെങ്കിലും കാർബണിൽ മെറ്റൽ കാർബണിൽ ബ്രിഡ്ജിങ് വരുന്നുണ്ടോ? സോ നോ ബ്രിഡ്ജിങ് കാർബണൈൽസ്. മെറ്റൽ കാർബണിൽ എത്ര ബ്രിഡ്ജിങ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല. സോ വിച്ച് ഈസ് 0. സോ പ്രീവിയസ് ജെയും മേൽ ചോദിച്ചിട്ടുള്ളതാണ് Mn2CO10 എത്ര ബ്രിഡ്ജിങ് കാർബണൈൽ ലിഗാൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് 0. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ്
ഡസ് നോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. സോ താഴെ നമുക്ക് കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്ത, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കണം? 6 ആയിരിക്കണം. കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ സിസ് ഐസോമെറിക് ഫോമിലായിരിക്കണം നിൽക്കേണ്ടത്. അപ്പം ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. ഓക്കെ, സോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്ത ആൾ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്ത ആളാണെന്ന് നോക്കാം. പക്ഷേ ഈ ഇതിലും എക്സെപ്ഷണൽ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ COEN H2O 4 ടൈംസ്, ഇതിൽ ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടും ഇത് നമുക്ക് എക്സെപ്ഷണൽ കേസായിട്ട് പറഞ്ഞാൽ ഇവരെന്ത് കാണിക്കില്ല? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട്സ് ഇപ്പോൾ CONH33Cl3 അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. സോ ഈ കോമ്പൗണ്ട് നോക്കിയേ, COEN ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉണ്ട്. ദെൻ 246 കോർഡിനേഷൻ നമ്പർ 6 ആണ്. സിസ് ഐസോമെറിക് ഫോമിൽ ഇവർ കാണിക്കും. ഇതിലും എത്തിലീൻ ഡയമീൻ ഉണ്ട്, 3 ഉണ്ട്, 6 കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇതും കാണിക്കും. പക്ഷേ നോക്കിയേ, മുകളിലത്തിൽ നോക്കിയേ, ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് കാണുന്നില്ല അല്ലേ? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ. കോർഡിനേഷൻ നമ്പർ 6 ആണ്. സിസ് ഫോം ഓർ ട്രാൻസ്ഫോമിൽ നിൽക്കാം. പക്ഷേ നോക്കിയേ, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് അവിടെ ഇല്ല. അപ്പോൾ MA3B3 ഫോമിലാണ് ഇവർ നിൽക്കുന്നത്. ബട്ട് നോ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. നമ്മളെ ജസ്റ്റ് ക്ലൂ ട്രിക്ക് വഴിയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കി വയ്ക്കാം. സോ നോ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പൗണ്ട്സ് തരുമ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മുടെ ഈ കോമ്പൗണ്ട് COEN H2O 4 ടൈംസ്, അത് വാട്ടർ വരുന്ന കോമ്പൗണ്ട്, അത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കില്ല. അതൊഴിച്ച് ബാക്കി എല്ലാവരും ഈ 3 റൂൾസ് അനുസരിച്ച് കോർഡിനേഷൻ നമ്പർ 6 വരിക, ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് വരിക, സിസ് ഐസോമെറിക് ഫോമിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവരെന്ത് കാണിക്കും? അവർ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. അപ്പോൾ ഇവിടെ ബൈഡെൻഡേറ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ട് എന്ത് കാണിക്കുന്നില്ല? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നില്ല. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് മാത്രം ഓർത്തിരിക്കുക. അതുപോലെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതിനും റൂൾസും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കോഡ് വെച്ചിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ഞാനിത് പറയാം. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്ന കോമ്പൗണ്ടിനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അവർ എത്ര ഐസോമർസ് കാണിക്കും, ജോമെട്രിക്കൽ ഐസോമർസ് ആണെങ്കിൽ എത്ര എണ്ണം കാണിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഏതാ? ഓപ്ഷൻ A ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്തത്. നെക്സ്റ്റ്, ദ കോംപ്ലക്സ് PTCl2EN2 എന്ത് ഐസോമർസ് ആണ് ഇവർ കാണിക്കുന്നത്? ഓക്കെ, സ്ട്രക്ചറൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം ഒള്ളി, ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം, ദെൻ ജോമെട്രിക്കൽ ഐസോമറിസം ഒള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് ഇവരിലും എത്ര പേരുണ്ട്? എത്തിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ Cl2. സോ മൊത്തത്തിൽ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവരെന്ത് കാണിക്കുമെന്ന് മനസ്സിലായി? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. പിന്നെ ഇവരുടെ എന്ത് ടൈപ്പ് കോംപ്ലക്സാണ്? MAA, നമ്മുടെ ബൈഡെൻഡേറ്റിനാണ് A എന്ന് കാണിക്കുന്നത്. AA2 X2 ടൈപ്പ് കോമ്പൗണ്ടാണ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട് എത്തിലീൻ ഡയമീൻ B2, ഇങ്ങനെയുള്ള കോമ്പൗണ്ട് എന്ത് കാണിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഓക്കെ, സോ ജോമെട്രിക്കൽ ഐസോമറിസവും കാണിക്കും, അതുപോലെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കും. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് ടൈപ്പാണ്? MA2B2, MA2BC, MABCD, അതേപോലെ കുറച്ച് ടൈപ്പ് ഇടാം. അപ്പോൾ മൊത്തത്തിൽ 8 ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിലേതെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ഒപ്റ്റിക്കൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കോർഡിനേഷൻ നമ്പർ 6 ഉണ്ടോ ചെക്ക് ചെയ്യുക, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണോ എന്നും ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ജോമെട്രിക്കൽ ഐസോമറിസം ഇപ്പോൾ MA2B2 ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ MA2B2 ആണെന്നുണ്ടെങ്കിൽ ഇവർ 2 സിസ് ഫോമും അതുപോലെ ട്രാൻസ്ഫോമും 2 ഐസോമെറിക് ഫോമും ഇവർ കാണിക്കും.
അതുപോലെ MA2BC ആണെന്നുണ്ടെങ്കിലും 2 കാണിക്കും. അതുപോലെ MABCD ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 ഐസോമെറിക് ഫോം, അതായത് 2 സിസും 1 ട്രാൻസും ആയിരിക്കും ഇവർ കാണിക്കുക. അതേപോലെ MA4B2 അല്ലെങ്കിൽ MA4BC ഇവരും എന്താണ് ജോമെട്രിക്കൽ ഐസോമർസം കാണിക്കും. ഇനി MA3B3 ആണെന്നുണ്ടെങ്കിൽ ഇവർ കാണിക്കുന്നത് ഫാക്ക് ആൻഡ് മെർ ആയിരിക്കും. ഫേഷ്യൽ അല്ലെങ്കിൽ മെറിഡിയനൽ ഐസോമർസം ആയിരിക്കും ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. MA3B3 ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഇവർ ജോമെട്രിക്കൽ ഐസോമർസ് ആയിട്ട് കാണിക്കുന്നത് എന്തായിരിക്കും? ഫാക്ക് ഓർ മെർ ഐസോമറിക് ഫോം ആയിരിക്കും വരിക. ഓക്കെ, ബൈഡൻഡേറ്റ് ലിഗാൻഡ് വരുന്നത് മോണോഡൻഡേറ്റ് ആണ് എയും ബിയും എന്നുള്ളത്. ദെൻ MA2B2C2 ആ ഒരു ഫോമിലാണ്. MA2B2C2 ഫോമിലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 2 ഐസോമേഴ്സ് കാണിക്കും. ഇനി നോക്കിയേ, MABCDEF മൊത്തത്തിൽ 6 ലിഗാൻഡ്സ് ഡിഫറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 15 ഐസോമെറിക് ഫോംസ് കാണിക്കും. ഇങ്ങനെയാണ് ജോമെട്രിക്കൽ ഐസോമർസ് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഓർത്തിട്ടാണ് MA3B3 അത് ഫാക്ക് ആൻഡ് മെർ, അതിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കുന്നുണ്ട്. ദെൻ MABCDF 15 എണ്ണം വന്ന് എന്താണ് ഡിഫറെൻറ്റ് 6 എണ്ണം ഡിഫറെൻറ്റ് ലിഗാൻസ് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ 15 ലിഗാൻസ് കാണിക്കും. അപ്പോൾ ഇവിടെ PTCL2EN2 എന്താണ് കോർഡിനേഷൻ നമ്പർ 6, അതുപോലെ മൊത്തത്തിൽ എന്താ ബൈഡൻഡേറ്റ് ലിഗാൻഡിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നു. ദെൻ ജോമെട്രിക്കൽ ഐസോമറിസം നമ്മൾ നോക്കിയപ്പോൾ ഇത് ഏത് ടൈപ്പിലാണ് ഇവരുള്ളത്? ഇവർ വരുന്നത് ഇപ്പോൾ നോക്കിയേ MEN2B2 ടൈപ്പാണ്. അപ്പം ഇവരെന്ത് കാണിക്കും? MEN2B2 ആവാം, അല്ലെങ്കിൽ ഇതുപോലെ MEN2BC ആവാം. ഇവരെന്ത് കാണിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവും കാണിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ മിക്കുള്ളതിനും നമുക്ക് എന്താ ഇതേപോലെ സിമ്പിൾ ട്രിക്സ് അല്ലെങ്കിൽ കോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The shape of PTCl3 and the hybridization of platinum. നമ്മുടെ പ്ലാറ്റിനം കോമ്പൗണ്ട് ആണ്, അതിൻ്റെ ഷേപ്പും ഹൈബ്രിഡൈസേഷനും നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡൈസേഷൻ്റെയും നമുക്ക് ജസ്റ്റ് സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഇത് നിങ്ങൾ ഓർത്തിരി ഇപ്പം ML4 ടൈപ്പ് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും വരിക. ഒന്നുകിൽ sp3യും അല്ലാന്നുണ്ടെങ്കിൽ DsP2. ഇപ്പോൾ DsP2 ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും. sp3 ആണെന്നുണ്ടെങ്കിൽ അറിയാലോ ടെട്രാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ഇനി ML5 മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വരുന്നത് DsP2 2 3 4 DsP3 അതുപോലെ sp3D 5 എണ്ണം. അപ്പോൾ ഇവർ രണ്ടും കാണിക്കുന്നത് ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും കാണിക്കുക. ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. അടുത്തത് ML6 ആണെന്നുണ്ടെങ്കിൽ sp3D2 അതുപോലെ D2sp3 ഇവർ രണ്ടുപേരും ഒക്ടാഹൈഡൽ. നിങ്ങൾ എന്താ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഷേപ്പിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തരുന്ന കോമ്പൗണ്ട് ഏത് ഫോമിൽ ML4 ആണോ ML5 ആണോ ML6 ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിഗാൻഡും ഇവിടെ എത്ര ലിഗാൻഡ് ഉണ്ട്? മൊത്തത്തിൽ PTCl3 വരുന്നുണ്ട്. ഇപ്പോൾ DsP2 സ്ട്രക്ചർ വരുന്നുണ്ട്, PTCl3 വരുന്നുണ്ട്, എന്താ 3 ക്ലോറിനും വരുന്നുണ്ട്, അതുപോലെ ഒരു C2H4 വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 4 ലിഗാൻഡാണുള്ളത്. അതായത് ML4 ആണ് ഇരിക്കുന്നത്. ML4 ഓക്കെ, ML4 ആണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇത് സ്ക്വയർ പ്ലാനാർ ഷേപ്പ്. കാരണം പ്ലാറ്റിനത്തിൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് സ്ക്വയർ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും കാണിക്കാം. ഇപ്പോൾ Cl3 C2H4 പ്ലാറ്റിനം കോമ്പൗണ്ട്സ് ഒക്കെ സ്ക്വയർ പ്ലാനാർ ജോമെട്രിയാണ് കാണിക്കുന്നത്. കാരണം അത് 5D പ്ലാറ്റിനം ഏത് സീരീസിൽ വരുന്നതാണ്? 5D സീരീസിൽ വരുന്നത്. പ്ലാറ്റിനം 5D സീരീസിൽ വരുന്നത്. ML4ൻ്റെ ഏതാ ഹൈബ്രിഡൈസേഷൻ വിത്ത് സ്ക്വയർ പ്ലാനാർ? DsP2 ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ ഈസ്, അപ്പോൾ ഈ കാര്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ സ്ക്വയർ പ്ലാനാർ അതുപോലെ തന്നെ ഷേപ്പ് DsP2. സ്ക്വയർ പ്ലാനാർ DsP2 ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഹാവ് ഒപ്റ്റിക്കൽ ഐസോമർ? സോ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ ഐസോമർ ഇല്ലാത്തത് ആർക്കാണ്? ഓക്കെ, നോക്കിയേ, CONH3 3Cl3, COEN3Cl2, COEN2Cl2Cl. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാ? ചെക്ക് ചെയ്യേണ്ടത് കോർഡിനേഷൻ നമ്പർ 6 ഉണ്ടോ? നമുക്ക് എല്ലാത്തിലും നോക്കി കോർഡിനേഷൻ നമ്പർ 6 ഉണ്ടോ? യെസ്, ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ഉണ്ട്, ഇവിടെയും 6 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6 എണ്ണം ഉണ്ട്. എല്ലാത്തിലും കോർഡിനേഷൻ നമ്പർ 6 ഉണ്ട്. ഓക്കെ, ഇനി എന്താ പ്രശ്നം? ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇനി എന്താ ഇവരുടെ ചെക്ക് ചെയ്യേണ്ടത്? എത്തിലിൻ ഡയമീൻ ഉണ്ടോ? എത്തിലിൻ ഡയമീൻ ഏതിലൊക്കെ ഉണ്ട്? ഇതിലുണ്ട്. അതായത് ബൈഡൻറ്റേറ്റ് ആയിട്ട് ഏത് വേണമെങ്കിലും വരാം, ലിഗാൻസ് ഏതൊക്കെയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ എത്തിലിൻ ഡയമീൻ ബൈഡൻറ്റേറ്റ് ഉണ്ട്, ഇവിടെയും ബൈഡൻറ്റേറ്റ്, ഇവിടെ ബൈഡൻറ്റേറ്റ് ഇല്ലാത്തത് ഏതിലാ? ഓപ്ഷൻ എ. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? സോ ഓപ്ഷൻ എ ആണ് എന്തില്ലാത്തത്? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്ത കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നമുക്ക് എന്താ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് ആദ്യം നമ്മൾ ലിഗാൻഡുകളുടെ പഠിച്ചു. അപ്പോൾ ഞാൻ ലിഗാൻഡുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ലിഗാൻഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, അതുപോലെ പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞ ലിഗാൻഡ് പഠിച്ചു. ഈ ലിഗാൻഡ്സിൽ ആനോണിക് ലിഗാൻഡ്, കാറ്റോണിക് ലിഗാൻഡ്, ന്യൂട്രൽ ലിഗാൻഡ്സ് ഉണ്ട്. ഇപ്പം ആനയോണിക് ലിഗാൻഡായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഹാലൈഡ് ഗ്രൂപ്പ്സ്, OH-, നെഗറ്റീവ് ചാർജ് നമുക്ക് പെട്ടെന്ന് കാണാം, O2-, SO4-2-, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാറ്റോണിക് നമുക്ക് എന്ത് ചെയ്യാം? കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ NO2+, അല്ലെങ്കിൽ NO+, ഇതൊക്കെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ന്യൂട്രൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ന്യൂട്രൽ ലിഗാൻഡ്സ്. അതായത് നമ്മുടെ H2O കൂടുതൽ എപ്പോഴും വരുന്നുണ്ട്, NO, NH3, കാർബൺ. ഇതൊരു 4 പേരാണ് ന്യൂട്രൽ ലിഗാൻഡ്സിൽ വരിക. അപ്പോൾ ഇത്രയും മോണോഡെൻഡേറ്റ് ആണ്. ഇനി ബൈഡെൻഡേറ്റിൻ്റെ കേസിൽ നമ്മുടെ ലിഗാൻഡ്സ് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഓക്സലറ്റോ C2O4 2-, അതുപോലെ നമ്മുടെ എത്തിലിൻ ഡയമീൻ, ഇത് രണ്ടുമാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡിലുള്ളത്. ഓക്കെ, പോളിഡെൻഡേറ്റ് ലിഗാൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്തിലിൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്, പോളിയിൽ EDTA. ഓക്കെ, അതുപോലെ എന്താ ടെട്രാഡെൻഡേറ്റ് ആയിട്ട് നമ്മൾ CH2NH2 പഠിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആംബിഡെൻഡേറ്റ് ലിഗാൻഡും ഓർത്തിരിക്കാം. ദെൻ ചീലേറ്റിംഗ് ലിഗാൻഡ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ്. ഇപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചീലേറ്റിംഗ് ലിഗാൻഡായിട്ട് നമ്മൾ പഠിക്കുന്ന EDTAയും എത്തിലിൻ ഡയമീനാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. ഇവർക്ക് മാക്സിമം സ്റ്റെബിലിറ്റി ആയിരിക്കും. ഓക്കെ, മാക്സിമം. പിന്നെ നമ്മൾ വെർണേഴ്സ് തിയറി അറിയാം. പ്രൈമറി വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ, അതുപോലെ സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ, അത് ഓർത്തിരിക്കുക. പിന്നെന്താ നെക്സ്റ്റ്, ജോമെട്രിക്കൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മോളിക്കുലർ ഒരു ഫോമുല MA ഏത് ടൈപ്പാണ്, MA2B2, അവർ എത്ര ഐസോമേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മോളിക്യൂൾ ഏത് ടൈപ്പാണ്, ML4 ആണോ, ML5 ആണോ, ML6 ആണോ, ഏത് ടൈപ്പാണ് മോളിക്യൂൾസ്, കോമ്പൗണ്ട് ഏത് ടൈപ്പാണ്, ഇപ്പം sp3 dsp2, അപ്പം ML4 ആണ് നേരത്തെ എഴുതിയ പോലെ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് അടുത്തത് ആയിട്ട് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ μ √n × n+2. ഇത് വെച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ n = 1 ആണെന്നുണ്ടെങ്കിൽ വാല്യൂ വരും 1.7 സംതിങ് ആയിരിക്കും, 2 ആണെന്നുണ്ടെങ്കിൽ 2. ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ 1, 2, 3, 4 വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മുടെ ഇക്വേഷൻ ഒക്ടാഹൈഡ്രൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ടെട്രാഹൈഡ്രൽ എങ്ങനെയാണ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ആ ഒരു വാല്യൂ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ CFSC വാല്യൂ എങ്ങനെയാണ്, ഇപ്പം -0.4 ΔO പ്ലസ് B × 0.6 ΔO പ്ലസ് NP, T2Gയിൽ EGയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം വെച്ചിട്ട് കണ്ടുപിടിക്കും. ഒക്ടാഹൈഡ്രലിലും ടെട്രാഹൈഡ്രലിലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ CFSC വാല്യൂസ് എങ്ങനെയാണ് പോകുന്നത്, DD ട്രാൻസിഷൻ, യാങ് കളർ ഡിസ്റ്റോർഷൻ, അത് ഓർക്കുക. ദെൻ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിൽ സിഗ്മ ബോണ്ടഡ് ഏതാണ്, അതുപോലെ തന്നെ പൈ ബോണ്ടഡ്,
പൈ ബോണ്ടാണ്, അതെല്ലാം നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്മ ബോണ്ടഡ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കണ്ടു. ദെൻ പൈ ബോണ്ടഡിൽ ഫെറോസിൻ, കൊബാൾട്ടോസിൻ അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അവരുടെ ആപ്ലിക്കേഷൻ, ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് പറഞ്ഞു, അതുപോലെ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്, പിന്നെ നമ്മൾ വിറ്റാമിൻ ബി12, ക്ലോറോഫിൽ, അവരുടെയൊക്കെ കമ്പോണൻറ്റ്, സിസ്പ്ലാറ്റിൻ, EDT ലെഡ് പോയിസണിങ്ങിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കതിൽ ഇൻക്ലൂഡ്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോർഷൻ പോലും നമുക്ക് വിടാൻ പാടില്ല. ലിഗാൻസ് പഠിക്കുന്നത് തൊട്ട് ഓരോ വെർണേഴ്സ് തിയറി, കോർഡിനേഷൻ തിയറി, VB തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ഹൈബ്രിഡൈസേഷൻ, സ്ട്രക്ചർ, ഇതെല്ലാം ട്രിക്ക് വെച്ച് കണ്ടുപിടിക്കുന്ന രീതി എല്ലാം നോക്കുക. CFSC വാല്യൂസ്, സ്പ്ലിറ്റിംഗ് എനർജി, ഡിസോസിയേഷൻ എനർജി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുക. ഓക്കെ, സോ സ്റ്റഡി വെൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.